ഹായ്, ഇന്ന് നമുക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കിയാലോ? എങ്ങനെ ഉണ്ടാക്കിയാലും ശരിയാകുന്നില്ല എന്ന് പറയുന്നവർക്ക് ഞാൻ 2-3 ടിപ്പ് പറഞ്ഞുതരാവേ. നമ്മൾ KFC ഒക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെയൊക്കെ കിട്ടാറുണ്ടല്ലേ? അപ്പോൾ നല്ല മുരുമുരാന്നുള്ള ഫ്രഞ്ച് ഫ്രൈസ് എങ്ങനെ തയ്യാറാക്കും നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. തൊലിയൊക്കെ കളഞ്ഞിട്ട് ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ അരിഞ്ഞ് വെള്ളത്തിലേക്ക് ഇട്ടിരിക്കുകയാണ്. 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകി വാരി എടുക്കണേ. കാരണം നമ്മൾ ഉരുളക്കിഴങ്ങ് മുറിക്കുമ്പോൾ ഒരു വെള്ള കളറിലൊരു സ്റ്റാർച്ച് കാണാറില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞത്. മാത്രമല്ല ഐസ് വാട്ടർ ഉണ്ടെങ്കിൽ കൂടുതലും നല്ലതായിരിക്കും, അല്ലെങ്കിൽ നോർമൽ വാട്ടർ ആയാലും മതി. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഈ ഉരുളക്കിഴങ്ങ് മുറിച്ചത് ഇട്ട് കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഇതിൽ കിടക്കട്ടെ. ഒരുപാട് വേഗണ്ട, 2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ആയി കിട്ടിയാൽ മാത്രം മതി. എന്നിട്ട് പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ നിന്നും ഒന്ന് കോരി ഒന്ന് മാറ്റണം. അപ്പം ഞാനിവിടെ ഒരു ടവൽ എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് ഒരു ടവൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കാണ് ഞാനിത് എടുത്ത് വെക്കുന്നത്. അപ്പം ഈ ടവലിലിട്ടെന്ന് വെച്ചെന്നാൽ അതിൻ്റെ ജലാംശം മുഴുവനായിട്ട് ഒന്ന് ഒപ്പി മാറ്റണം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ ഈ വെള്ളം തിളപ്പിക്കാൻ വെച്ചപ്പോൾ അതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിന് ഉപ്പ് പിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വെള്ളത്തിലേക്ക് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം ഞാനിത് ടവലിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് നിരത്തിയിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് കവർ ചെയ്ത് ഇതിൻ്റെ പുറത്തുള്ള ആ വെള്ളമെല്ലാം ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ പലരും പറയാറുള്ളൊരു പരാതിയാണ്, എങ്ങനെ ഉണ്ടാക്കിയെടുത്താലും അതിങ്ങനെ ചുങ്ങി പോകുന്നുണ്ട്, നല്ല കടിച്ച് തിന്നാൻ പരുവത്തിന് ഇങ്ങനെ കരിമുര എന്നൊന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിന് ഒരു പരിഹാരമാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യം എന്ന് വെച്ചാൽ, ഉരുളക്കിഴങ്ങ് വെള്ളത്തിലിട്ട് 3-4 തവണ കഴുകി അതിൻ്റെ സ്റ്റാർച്ച് ഒന്ന് കളയുക. പിന്നെ വെള്ളം തിളപ്പിച്ചിട്ട് എടുക്കുമ്പോഴത്തേക്ക് ഇതുപോലെ അതിൻ്റെ വെള്ളം മുഴുവനായിട്ടും ഒന്ന് തുടച്ച് നീക്കി എടുക്കുക. വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തും ഇതുപോലെ ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കി എടുക്കാനൊക്കെ പറ്റും. അപ്പോൾ അത് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് പറഞ്ഞത്. ഇത് കണ്ട എല്ലാം ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ച് കേട്ടോ. അതിൻ്റെ ജലാംശമൊക്കെ പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ ഒന്നും അതിലേക്ക് പെരട്ടണ്ട. ജസ്റ്റ് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുത്താൽ മാത്രം മതി. അപ്പോൾ എല്ലായിടും ഒന്ന് സ്പ്രെഡ് ആയിക്കോളും. കടകളിലൊക്കെ നമ്മൾ ഈ ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കുമ്പോൾ അവർ ഇരുമ്പ് ചീനച്ചട്ടിയാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഉണ്ടെങ്കിൽ അതായാലും മതി. ഞാനിവിടെ ഇരുമ്പിൻ്റെ ഒരു ചീനച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. ചെറിയ ചീനച്ചട്ടിയാണ് എനിക്കുള്ളത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഒരുപാട് എണ്ണ വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്നോർത്ത് ഞാൻ കുറച്ച് എണ്ണയെ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് കുക്കിംഗ് ഓയിലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഒരിക്കലും നമ്മൾ വെളിച്ചെണ്ണയിൽ ഇത് തയ്യാറാക്കരുത്. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കി കഴിഞ്ഞാൽ ഇതിനൊരു നാടൻ ടേസ്റ്റ് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൺഫ്ലവർ ഓയിലോ മറ്റേതെങ്കിലും കുക്കിംഗ് ഓയിൽ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഞാൻ എണ്ണയിലേക്ക് നമ്മൾ ആ കോട്ട് ചെയ്ത് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാം ഒന്ന് നമുക്കൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്നും ഒട്ട് പിടിക്കുകയൊന്നുമില്ല. നമ്മൾ ആ ഒരു മെത്തേഡിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ആയി കിട്ടിയാൽ മതിയെ. ഒരുപാട് ഇപ്പോൾ നമ്മൾ മുരിക്കുന്നില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. ആദ്യം നമ്മൾ ഇതൊന്ന് എണ്ണയിലേക്ക് ഇട്ട് അകം ഒന്ന് വെന്ത ഉടനെ തന്നെ നമ്മളിത് മാറ്റും. ഒരുപാട് മുരിക്കുന്നില്ല ആദ്യം. എന്നിട്ട് ഇതൊന്ന് കോരി നമ്മളൊരു പാത്രത്തിലേക്ക് വെക്കാൻ പോവുകയാണ്. ഇത് ഞാനിപ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് മുരുമുരാന്നൊന്നും ആയി കിട്ടിയിട്ടില്ല. ജസ്റ്റ് ഒന്ന് ആക്കി എടുത്തതേ ഉള്ളൂ. ഇനി ഇതെല്ലാം ഇതുപോലെ തന്നെ നമുക്കൊന്ന് കോരി മാറ്റാം. അപ്പോൾ എല്ലാം ഞാൻ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് അതിൻ്റെ ഉള്ളൊന്ന് വെന്ത് കിട്ടിയത് മാത്രമേ ഉള്ളത്, മൊരിച്ചെടുത്തിട്ടില്ല. ഇനി നമുക്ക് എല്ലാം എടുത്തതിന് ശേഷം മാത്രം ലാസ്റ്റ് നമ്മൾ 2ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എണ്ണയിലേക്ക് പിന്നെ വീണ്ടും ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അതിനകമൊന്നും വേകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് അകം വെന്തതാണ്. അപ്പോൾ ഇനി അതിൻ്റെ പുറം ഒന്ന് മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് 2ാമത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത്. ഇതൊരു ചെറിയ ചീനച്ചട്ടി ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് ചെയ്യുന്നത്. വലിയൊരു ചീനച്ചട്ടി ആണെന്നുണ്ടെങ്കിൽ, ഒരു പാത്രം ആണെന്നുണ്ടെങ്കിൽ
നമുക്ക് ഒന്നിച്ച് തന്നെ ഇട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഇരുമ്പിന് ചീനച്ചട്ടിയിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് എടുത്തത്, ഈ പാത്രം. അപ്പോൾ നമ്മൾ രണ്ടാമത് എണ്ണയിലേക്ക് ഇട്ടപ്പോൾ തന്നെ കണ്ട, അപ്പോൾ അത് നല്ലൊരു യെല്ലോ കളറായിട്ട് വരുന്നില്ലേ. അപ്പോൾ ഇപ്പം നല്ല മുരുമുരാന്നാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ടിഷ്യൂ പേപ്പറിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ടൊന്ന് മൊരിയിച്ച് എടുത്തിട്ട് കാണിക്കാം. ഇതുപോലുള്ള ഐറ്റമൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോഴുള്ള ആ ശബ്ദം എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് അതിൻ്റെ ശബ്ദം കൂടി ഇട്ടത്. പിന്നെ ഇടയ്ക്ക് ഞാൻ മ്യൂട്ടാക്കിയെന്ന് വെച്ചാൽ നമ്മുടെ വീടിനടുത്ത് ട്രെയിൻ പോകുന്നതിൻ്റെ ആ ഹോണടി ശബ്ദം വന്നപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് മ്യൂട്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ദാ എല്ലാം ഞാനൊന്ന് അതുപോലെ ഞാൻ ആദ്യം ചെയ്ത രീതിയിൽ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ മക്കൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് തയ്യാറാക്കി എടുത്തത്. ഇത് ഒടിച്ചും കൂടെ കാണിച്ചു തരണമെന്ന് ഞാൻ വിചാരിച്ചതാണ് കേട്ടോ. പക്ഷേ കഴിക്കാൻ ഇവിടെ എല്ലാവരും റെഡി ആയിട്ട് നിന്നത് കൊണ്ട് അതെനിക്ക് സാധിച്ചില്ല. കഴിക്കാൻ കൊടുത്തൊരു 5 മിനിറ്റിനുള്ളിൽ സാധനം കാലിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ കണ്ട എല്ലാം ഞാൻ റെഡിയാക്കി എടുത്ത് കേട്ടോ. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള നല്ല കരിമുരാന്നിരിക്കുന്ന നല്ല ഫ്രഞ്ച് ഫ്രൈസാണ്. അപ്പോൾ ടൊമാറ്റോ സോസ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഈ വീഡിയോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരിക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.